ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മലയാളി ഫ്രം ഇന്ത്യ എങ്ങനെയുണ്ട് എന്നൊരു ചോദ്യമാണ്. സിനിമ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഒരു പൊളിറ്റിക്കൽ സാറ്റയർ തന്നെയാണ് എന്ന് പറയാം. വിത്ത് ഹ്യൂമർ എലിമെൻസ് ആണ് സിനിമയ്ക്കകത്തിലുള്ളത്. സിനിമ വലിയ രീതിയിൽ ആളുകളെ പിടിച്ചിരുത്തുന്നു എന്നുള്ളതാണ്. ഒരു നല്ല പ്രൊഡക്റ്റ് ഇറക്കി വിട്ടാൽ എങ്ങനെയാണ് ജനങ്ങൾ പ്രതികരിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നിവിൻ പോളി എന്ന നടൻ ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം വരുമ്പോൾ തീർച്ചയായും തിയേറ്ററുകളിലേക്ക് ആൾ കയറാൻ വലിയ താമസം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ജനങ്ങൾ നൽകുന്ന പിന്തുണ, നിവിനെ അറിയാവുന്നവർ അവർ പിന്തുണ നൽകുകയാണ്. ആ പിന്തുണ എങ്ങനെ കൊടുത്തു അതേപോലെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിസൾട്ടാണ് നിവിൻ പോളി നൽകിയിരിക്കുന്നത്. ഇത് നിവിൻ്റെ മാത്രം കാര്യമാണ് എടുത്ത് പറയുന്നത്. കാരണം ഫയർ ആയിരുന്നു നിവിൻ ഈ ഒരു സിനിമയിൽ എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് ഏറെ വ്യത്യസ്തനായി അതിഗംഭീരമായിട്ട് അങ്ങേർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില നുറുങ്ങ് വിദ്യകൾ അല്ലെങ്കിൽ മാജിക് എന്ന് തന്നെ പറയാം, അത് നിവിൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് അത്യാവശ്യം കോമഡിയും എന്നാൽ നല്ല ഒരു കണ്ടൻറ് ഉള്ള സിനിമ കാണണമെങ്കിൽ തീർച്ചയായും ധൈര്യമായി ടിക്കറ്റ് എടുക്കാമെന്നുള്ളത് തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് റിവ്യൂ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സിനിമ അതിഗംഭീരമാണ്, മനോഹരമാണ്. സെക്കൻഡ് ഹാഫ് നമ്മൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല, അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ഇത്ര നന്നായിട്ട് ഒരു ഫസ്റ്റ് ഹാഫ് എടുത്ത സംവിധായകൻ സെക്കൻഡ് ഹാഫ് അതിൻ്റെ മുകളിൽ മികച്ചതായി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. ഒരുമാതിരി എല്ലാ പാർട്ടികളെയും ഇവിടെ ശരിക്കും എന്താ പറയുക, നമുക്ക് അതിന് പറയേണ്ട വാക്കുകൾ നമുക്ക് മോക്ക് ചെയ്തു എന്ന് പറയാം. ആ രീതിയിൽ തന്നെയാണ് സിനിമക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഒരു പൊളിറ്റിക്കൽ സാറ്റയർ തന്നെയാണ്. ഇങ്ങനെയുള്ള സിനിമ വന്നിട്ട് കുറച്ച് നാളായി. ഇങ്ങനെ വന്നേക്കുന്ന സിനിമകൾ ഒട്ടുമിക്കതും അതിഗംഭീരം തന്നെയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടതെന്നാണ്. ചിലതൊക്കെയാണ് പാളിപ്പോകുന്നത്. പക്ഷേ ഇവിടെ എല്ലാം കൊണ്ടും സിനിമ അതിഗംഭീരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും സിനിമയുടെ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിമനോഹരം എന്ന് തന്നെ പറയാം എന്നുള്ള കാര്യമാണ്. അതേപോലെ തന്നെ മ്യൂസിക് കിടുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഹൈലൈറ്റായി പറയേണ്ടത് നിവിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ബാക്കി എല്ലാവരും കൂടെയുള്ള ധ്യാൻ സഹിതമുള്ളവർ ഗംഭീരമായി ചെയ്തുവെങ്കിലും അതിൻ്റെ മുകളിൽ നിൽക്കുന്നു നിതിൻ്റെ പെർഫോമൻസ്. അതായത് ഇത് അന്ന് കഴിഞ്ഞ സിനിമയിൽ അദ്ദേഹം പറഞ്ഞല്ലോ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാട എന്ന് പറയുന്ന പോലെ അന്നേരം അതൊരു കോമഡി പോലെ നമ്മൾക്ക് അയ്യടിച്ച് ചിരിച്ചുവെങ്കിൽ ഇന്ന് അങ്ങനെയല്ല നമുക്ക് കാണുന്നത്. ഈ ഒരു സിനിമ കാണുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കാം, ഒരു പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കയറാൻ അത്ര എളുപ്പമുള്ള സമയമല്ല. പക്ഷേ വളരെ കൂളായിട്ട് പരാജയമുണ്ടെന്ന് പോലും അറിയാത്ത ലെവലിൽ നിതിൻ അതും കവർ ചെയ്തിരിക്കുന്നു. അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ. അടുത്ത 100 കോടി ഉറപ്പിക്കാം എന്നുള്ള യാതൊരു സംശയങ്ങളുമില്ല. കാരണം ഇന്ന് ആവറേജ് പടങ്ങൾ, നമുക്ക് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഒരു ആവറേജ് ബിലോ ആവറേജിൽ നിന്നിരുന്ന ഒരു സിനിമ 50 കോടിക്ക് മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല കണ്ടൻറ്റുള്ള സിനിമ, നല്ല ലെവലിൽ ചിത്രീകരിച്ചിട്ടുള്ള സിനിമ, നല്ല വിഷ്വൽ അല്ലെങ്കിൽ നല്ല ട്രീറ്റ്മെൻറ്റ് തരുന്ന ഒരു സിനിമ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും 100 അല്ല 150 കോടിക്ക് മുകളിലേക്ക് വന്നത് കളക്ഷൻ്റെ കാര്യമാണ്. പക്ഷേ ഇത് കാണുന്ന ഒരാൾക്കും ബോറടിക്കില്ല. കാരണം അമ്മാതിരി കിടുക്കനായിട്ടാണ്. പല സിനിമകളിലും നമ്മൾ കേൾക്കുന്ന ലാഗുണ്ടോ, ലാഗില്ല, ലാഗ് അവിടെ ഉണ്ടെന്നൊക്കെ പറയുന്ന സാധനങ്ങളൊന്നും പറയാൻ ഒരാളുടെയും നാവ് പൊങ്ങില്ല. കാരണം ഇത് സിനിമയിൽ നമ്മൾ അത്രത്തോളം നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമ തന്നെയായി മാറി എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഫെസ്റ്റീവ് സീസൺ, ഈ ഒരു അവധിക്കാലം മികച്ചത് തന്നെയാണ്. അപ്പോൾ ഈ ഇറങ്ങുന്ന സിനിമ മികച്ചതാണെങ്കിൽ അത് ആളുകൾ അങ്ങ് എത്തിച്ചോളും. ഇത് ഒരു ഗംഭീര തീയായിട്ട് തന്നെ പടരാൻ പോവുകയാണ്. അപ്പോൾ ആവേശത്തിന് കട്ടയ്ക്ക് ഒരു കലിപ്പൻ കൂടെ എതിരാളിയായി വന്നിരിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം എന്ന് പറയാം. ഗ്രേറ്റ് മീഡിയാസ്.